ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഒരു സ്പോൺസർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെർലിൻ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് സദ്യയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവർക്ക് സാമ്പാർ, പിന്നെ കേബേജ് തോരൻ, കാളൻ, ഇഞ്ചമ്പുളി, അച്ചാർ, പപ്പടം, പായസം, അങ്ങനെ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ കടന്നു വന്നു. അപ്പോൾ നമ്മുടെ ഷേർലിയമ്മ അതെല്ലാം ഉണ്ടാക്കി നല്ല നീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതേ പായസത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേമിയ പായസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുവാനും കുട്ടികൾക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനൊക്കെ കാണിക്കുന്ന ഒരുപാട് എന്താ പറയുക, നല്ല മനസ്സിന് ഒരുപാട് നന്ദി. അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയമായി. നമ്മുടെ സ്പോൺസർമാരാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ഇപ്പോൾ ടീച്ചർമാരെ ഞങ്ങളോട് ഓഫീസ് റൂമിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഫീസ് റൂമിലേക്ക് മന്ദം നടന്നുകൊണ്ടിരിക്കുന്നു. നിനിത എൻ്റെ കൂടെ സന്തത സഹചാരി. എല്ലാ വീഡിയോയിലും വെള്ളി വീഴണമെന്ന് നിർബന്ധമാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ അങ്ങനെ വന്നത്. അപ്പോൾ ഷെർലി ചേച്ചി, മെർലിൻ ചേച്ചി, അതുപോലെ ജോബി ചേട്ടൻ, അങ്ങനെ ഇവർ 3 പേരുമാണ് നമ്മുടെ കുട്ടികൾക്ക് സദ്യ കൊടുത്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ UKG പഠിപ്പിക്കുന്ന ടീച്ചറുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ടീച്ചർ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ ഒരു സർപ്രൈസ് എല്ലാവരും കൂടി കൊടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ടീച്ചർമാരാണ് കൊടുത്തത്. പക്ഷെ ഞങ്ങളെല്ലാവരും ടീച്ചർക്ക് ഒരു ചെറിയ സർപ്രൈസൊക്കെ ആക്കി അങ്ങനെ കൊടുത്തു. ഒരുപാട് സന്തോഷം. ടീച്ചർ ഒരു 10-13 വർഷമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ദൈവം അവസരം നൽകട്ടെ. അപ്പോൾ അതേ കുഞ്ഞുമക്കൾ വന്നിട്ട് നമ്മുടെ സദ്യ മേടിച്ചുകൊണ്ട് പോവാണ്. അവർ നന്നായി കഴിക്കും കേട്ടോ. അതായത് അവർക്കിഷ്ടമാണ്, അവരുടെ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മുടെ ഷേലിയമ്മ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവർ ആസ്വദിച്ച് കഴിക്കുന്നത് കാണാൻ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് കിട്ടുന്ന പരമാവധി സമയം ഞാൻ സ്കൂളിന് വേണ്ടി ചിലവഴിക്കാറുണ്ട് കേട്ടോ. എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഫെജിയും നിനിതയും സിനിയും ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു എല്ലാവരും ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷേർലിയമ്മ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഷേർലിയമ്മയുടെ ഫ്രണ്ട്സ് തന്നെയാണ് അവരും. അങ്ങനെ എന്താ പറയുക, നമ്മുടെ മക്കൾക്ക് അവരുടെ ഒരു ചെറിയ സമ്മാനങ്ങളൊക്കെ ഇതുപോലെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ PTA വക ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. വേറൊന്നല്ല, നമ്മുടെ ശാസ്ത്രമേളയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതൊരു ഫ്ലക്സ് പോലെ അടിച്ച് നമ്മുടെ സ്കൂളിൻ്റെ എന്താ പറയുക ഗേറ്റിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, ഞങ്ങൾക്ക് തന്നെ ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് മിഠായി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ എന്താ പറയുക, ഞങ്ങളുടെ സ്പോൺസർമാരെ ഞാൻ ഓർക്കുന്നു. ഇനിയും ഒരുപാട് പേര് കടന്നു വരട്ടെ. അപ്പോൾ ടീച്ചർമാർ കുട്ടികൾക്കുള്ള ഓരോ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അതേ മക്കൾ ഫുഡൊക്കെ മേടിക്കണം. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നന്നായി ഫുഡ് കഴിക്കും. അത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് അവരെ തിരിച്ച് യാത്രയായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം മെർലിൻ ചേച്ചി. ഇനിയും നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരണം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ എന്താ പറയുക നമ്മുടെ ചെറിയൊരു വീഡിയോ, എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റാഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ മക്കളുടെ ഫോട്ടോസുകളൊക്കെ ഞങ്ങൾ ഗേറ്റിൽ കെട്ടി ഞങ്ങൾ സംതൃപ്തി അടയാണ് കേട്ടോ. ഇതിങ്ങനെ കെട്ടുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു വളരെ അഭിമാന നിമിഷം തന്നെ ആയിരുന്നു. ഞങ്ങളുടെ മക്കൾ ഓരോരുത്തരും എല്ലാവരും ഞങ്ങളുടെ മക്കൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് അവർ സമ്മാനം മേടിച്ച് കൊണ്ടുവരുമ്പോൾ അവർക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അത് ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ ചെയ്തത് നമ്മുടെ പിള്ളേർക്ക് PT പീരീഡ് ഉണ്ടല്ലോ, അതിന് കളിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ PTA അമ്മമാർ ചേർന്നിട്ട് അവർക്ക് ഞങ്ങൾ 3-4 പേര് കേട്ടോ, ഞങ്ങൾ 3-4 പേര് ചേർന്നിട്ട് അവർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ പോയി മേടിച്ചു. അപ്പോൾ അവർക്ക് നമ്മൾ ഷട്ടിൽ ബാറ്റും അതുപോലെ ക്രിക്കറ്റും ഫുട്ബോളും അങ്ങനെ ഒരു 3-4 ഐറ്റം നമ്മുടെ പിള്ളേർക്ക്
എന്താ പറയുക നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് PT പീരീഡ് ഒന്നും കൂടി എന്താ പറയുക അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വക ഒരു കുഞ്ഞ് ഗിഫ്റ്റാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഒരുപാട് സന്തോഷമാണ്. അവരത് കളിക്കണ കാണുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് എന്താ പറയുക പൈസ കൊണ്ട് വലിയ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് കൂടെ ഉണ്ടാകും. അപ്പോൾ എന്താ പറയുക നമ്മുടെ പിള്ളേർക്ക് ഞങ്ങൾ ആ ഗിഫ്റ്റ് കൈമാറി. ഇനി ഞങ്ങൾ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ കളിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കും കുറച്ച് സന്തോഷമൊക്കെ ആയി, പിള്ളേർക്ക് അതിലുപരി സന്തോഷമായി. അങ്ങനെ ഇന്നത്തെ ഈ ചെറിയൊരു ദിവസം സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ എന്താ പറയുക ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷത്തോടു കൂടിയായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. അതുപോലെ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരണം. നിങ്ങൾക്ക് പറ്റാവുന്ന ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.